പ്രൈസ് ദ ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തീരുവാൻ ദൈവം തന്ന നല്ല കൃപകളെ ഓർത്തു സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. പ്രിയ മക്കളെ, ക്രിസ്തുവിൻ്റെ വരവിൽ ജാതികൾക്കുള്ള ന്യായവിധിയെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മത്തായി സുവിശേഷം 24:30 അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. നോക്കൂ, മനുഷ്യപുത്രൻ്റെ ആ വരവ് എങ്ങനെയാണ്? മഹോപദ്രവത്തിനും പ്രകൃതിയിലെ അടയാളങ്ങൾക്ക് ശേഷം ക്രിസ്തു ആകാശത്തിൽ പ്രത്യക്ഷനാകും. അതിനെക്കുറിച്ചാണ് ഈ വാക്യം പറഞ്ഞത്. അതായത് ദുഷ്ടന്മാരെ ന്യായം വിധിപ്പാനും തൻ്റെ വിശ്വസ്തരായ ജനത്തെ വിടുവിപ്പാനും ഭൂമിയിൽ നിന്നും എടുത്തുകൊള്ളപ്പെട്ട സകല വിശുദ്ധരും ക്രിസ്തു മഹാശക്തിയോടും തേജസ്സോടും കൂടെ ഭൂമിയിൽ വരുമ്പോൾ അവനോട് കൂടെ ഭൂമിയിൽ വരും. ക്രിസ്തു തന്നെ തേജസ്സോടും പ്രകാശത്തോടും കൂടെ മേഘങ്ങളിൽ വരും. നമുക്കത് വെളിപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളിൽ സ്പഷ്ടമായി എഴുതിയിരിക്കുന്നത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. കൂടാതെ 2 തെസ്സലോനിക്കർ 1:9-10 വാക്യങ്ങൾ നോക്കുമ്പോൾ ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടി മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. പ്രിയ മക്കളെ, നോക്കൂ, സുവിശേഷം അനുസരിക്കാതെ ഇരിക്കുന്ന ജീവിതങ്ങൾ നിത്യനാശമെന്ന ആ ശിക്ഷാവിധി അനുഭവിപ്പാൻ കാരണക്കാരായിത്തീരും. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുമെന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതായത് മഹോപദ്രവത്തിന് ശേഷം യേശു ക്രിസ്തു ഭൂമിയിൽ മടങ്ങി വരുമ്പോൾ പല സംഭവങ്ങളും നടക്കും. ഒന്ന്, ദൈവത്തിൻ്റെ ന്യായവിധി ദുഷ്ടന്മാരുടെ മേലുണ്ടാകും. നമുക്ക് വെളിപ്പാട് പുസ്തകം 19-20 വാക്യം നോക്കുമ്പോൾ മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. നോക്കൂ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദുഷ്ടന്മാരും ദൈവത്തിൻ്റെ ന്യായവിധി ദുഷ്ടന്മാരുടെ മേൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് സാത്താൻ്റെ മേലും ന്യായവിധി ഉണ്ടാകുന്നുണ്ട്. 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ ആഘാതത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അടുത്തതായിട്ട് ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ വരവിൽ ജീവനോടിരിക്കുന്ന മനുഷ്യരുടെ ന്യായവിധിയും വേർതിരിവും സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ അതെ ഹല്ലേലൂയ മുഴുവനായിട്ട് അത് വിസ്തരിച്ചിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്തത് സ്വർഗത്തിൽ ആയിരിക്കുന്ന വിശുദ്ധന്മാർ ഉൾപ്പെടെ എല്ലാ യുഗങ്ങളിലുമുള്ള സകല വിശുദ്ധന്മാരും മർക്കോസ് സുവിശേഷം 13:27 വെളിപ്പാട് 15:4 കാണാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ വരവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ വിശുദ്ധന്മാരും ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുന്നു. മത്തായി സുവിശേഷം 13:40 ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൽ സിംഹാസനത്തിൽ ഇരിക്കും. പ്രിയ ദൈവമക്കളെ, മത്തായി സുവിശേഷം 19:28 യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന്
1, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. വിശുദ്ധന്മാരുമായി തേജസ്സിന്റെ സിംഹാസനത്തിൽ, അതായത് സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നതെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, മാർക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും അനുസരിക്കാതിരിക്കുന്ന ജീവിതങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. മാർക്കോസ് എഴുതിയ സുവിശേഷം 8:38 വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനെ തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. പ്രിയ മക്കളെ, സുവിശേഷം കേട്ടിട്ട് നമ്മൾ അത് ഹല്ലേലൂയ മറുതലിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വരുന്ന ശിക്ഷാവിധികൾ എന്താണ്? ഹല്ലേലൂയ പലപ്പോഴും നാണക്കേടിൻ്റെ അനുഭവം തന്നെ നമുക്ക് ഹല്ലേലൂയ ലഭിക്കും. പ്രിയ മക്കൾ, ഇവിടെ പറഞ്ഞു നോക്കെ, വ്യഭിചാരവും പാപമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി നാണിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, വിശുദ്ധ ഹല്ലേലൂയ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഹല്ലേലൂയ അതേപോലെ പ്രമാണിച്ച് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. 1:11 നോക്കുമ്പോൾ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രിയ മക്കളെ, നമുക്കതാണ് പ്രത്യാശ, നമ്മൾ അതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ വീണ്ടും വരും. നമ്മുടെ പ്രത്യാശ, ആ പ്രത്യാശ നമുക്ക് എപ്പോഴും ഹല്ലേലൂയ മുന്നിലുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ. തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1 തെസ്സലോനിക്കർ 4:16 കാണുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഇരിക്കണമെങ്കിൽ നോക്കൂ, കർത്താവ് ഹല്ലേലൂയ ആ ഗംഭീര ധ്വനി മുഴക്കുമ്പോൾ നമ്മൾ അത് കേൾക്കുവാൻ ഹല്ലേലൂയ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആ കാഹള ധ്വനിയുടെ ശബ്ദം കേൾക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ? നാം നമ്മെ തന്നെ ഒന്ന് ഹല്ലേലൂയ ദൈവം മുമ്പാകെ സമർപ്പിക്കണം. പ്രിയ ദൈവമക്കളെ, യൂദാ ലേഖനത്തിൽ നമുക്ക് 14 15 വാക്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് പറഞ്ഞു, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. പ്രിയ മക്കളെ, ഹല്ലേലൂയ കർത്താവിൻ്റെ വാക്യങ്ങൾ വചനങ്ങൾ ഓരോന്നും നമ്മൾ ഹല്ലേലൂയ ഈ ദിനങ്ങളിൽ മനസ്സിലാക്കി പഠിച്ച് നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1:7 പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും. ഹല്ലേലൂയ. അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധി ഹല്ലേലൂയ ആരൊക്കെ കർത്താവിനെ കുറ്റം പറഞ്ഞ് ഹല്ലേലൂയ കർത്താവിനെ ക്രൂശിലേൽപ്പിക്കുവാൻ വേണ്ടി കൂട്ടുനിന്നോ അവരുടെ ഹല്ലേലൂയ മുമ്പിൽ കർത്താവിനെ കാണുവാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു നോക്കെ, ഭൂമിയിലെ ഹല്ലേലൂയ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൽ സിംഹാസനത്തിൽ ഇരിക്കും. ഹല്ലേലൂയ. ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ഇവിടെ വരുമ്പോൾ നമ്മൾ ആ കാഹള ധ്വനിയെങ്കിൽ കർത്താവിനോട് ഒത്തൊരുമിച്ച് നമുക്കായിത്തീരണം. ഹല്ലേലൂയ. പറഞ്ഞതുപോലെ നോക്കൂ, ഹല്ലേലൂയ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പാർക്കാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ.